ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലം തൃശ്ശൂർ. ഇക്കുറി എക്സിറ്റ് പോളുകളിൽ പോലും കൃത്യമായ ബലസൂചനകൾ പറയാത്ത ത്രികോണ പോരാട്ടമെന്ന് പ്രഖ്യാപിച്ച മണ്ഡലം. ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ഇനി അധികം സമയമില്ല റിസൾട്ട് വരാൻ. എങ്ങനെയുണ്ട്? ആ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ്. ഞാൻ പൂർണ്ണമായ വിശ്വാസത്തിലാണ്. 100% LDF ജയിക്കും. ഞാൻ കൗണ്ട് സ്റ്റേഷനിലേക്ക് പോണത് ജയിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഞങ്ങൾക്ക് സംശയമില്ല. എന്തായാലും ഇന്ന് രാവിലെ തന്നെ മറ്റേ UDF സ്ഥാനാർത്ഥി പറഞ്ഞൊരു കാര്യമുണ്ട്. അവരും വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അവരുടെ കണക്കുകൂട്ടലിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. 2 മണ്ഡലങ്ങളിൽ മൈനസാണ്, പുതുക്കാടും അതോടൊപ്പം തന്നെ 2 മണ്ഡലങ്ങൾ പറയുന്നു. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോൾ അതിൻ്റെ മൈനസും പ്ലസിനെ പറ്റി ഇന്നിപ്പോൾ പറയുന്നില്ല. ഞങ്ങളൊക്കെ അത് വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 7 മണ്ഡലങ്ങളും LDFൻ്റെ MLA-മാരുള്ള മണ്ഡലമാണിത്. ആ മണ്ഡലത്തിൽ ആ ലീഡ് നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ 7 മണ്ഡലത്തെ സംബന്ധിച്ച്, ലീഡിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. സാമാന്യം മെച്ചപ്പെട്ട ലീഡ് എല്ലാവിടെയും ഉണ്ടാവും. തൃശ്ശൂരാണ് കുറച്ച് ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. എല്ലാ മണ്ഡലങ്ങളിലും നല്ല ലീഡ് ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല കംഫർട്ടബിൾ മാർജിന് ജയിക്കാൻ കഴിയുന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാലങ്ങളായിട്ട് ഈ LDFൻ്റെ കയ്യിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായപ്പോഴും TM പ്രതാപൻ കഴിഞ്ഞ തവണ ഈ 7 മണ്ഡലങ്ങളിലും ഒരു സ്വീപ്പായ രീതിയിലുള്ളൊരു മെജോറിറ്റി, അതായത് ഒരു ലീഡ് ഉണ്ടാക്കുകയുണ്ടായി. അത് 2019 രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ. അപ്പോൾ അത് ഞാൻ നേരത്തെ ഞങ്ങളൊക്കെ വിശദീകരിച്ച കാര്യമാണ്. 2019 ശേഷമുള്ള 2021 ഇലക്ഷൻ ഉണ്ടായത്. 2019 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് 2021 അസംബ്ലി ഇലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അസംബ്ലി ഇലക്ഷന് ശേഷം പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോഴും ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് മാറ്റം വരുത്തക്ക വിധത്തിലുള്ള ഒരു സംഭവവികാസവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു കംഫർട്ടബിൾ മാർജിന് നമ്മൾ ജയിക്കും. കെ മുരളീധരൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ സുരേഷ് ഗോപി 2ാം സ്ഥാനത്തോ അല്ലെങ്കിൽ വരികയാണെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദി UDF അല്ല LDF ആയിരിക്കും എന്നാണ് പറയുന്നത്. ജനങ്ങളാണല്ലോ എല്ലാത്തിനും ഉത്തരവാദികൾ. അപ്പോൾ അതൊക്കെയുള്ള മറുപടി നമുക്കിപ്പോൾ 1 മണിക്കൂർ കാത്തിരുന്ന് കാണാമല്ലോ. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ല. അത് ഇന്നത്തെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. ഞാനിപ്പോൾ കൗണ്ട് സ്റ്റേഷനിലേക്ക് പോകണം. 7 മണിക്ക് അവിടെ എത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എന്തായാലും വളരെ വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വി.എസ്. സുനിൽകുമാർ ഉള്ളത്. വിജയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും അദ്ദേഹവും പങ്കുവയ്ക്കുന്നില്ല. ക്യാമറാമാൻ വിജേഷ് ബുദാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.